ഹലോ, കുക്കും മിന്നും മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ആവർത്തിച്ചുണ്ടാകുന്ന ആത്മഹത്യ അല്ലേ. നമ്മൾ എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും അത് ചിലതൊക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നമ്മൾ അറിയാതെ സംസാരിച്ചു പോകും അല്ലേ. ആരും വീഡിയോ അങ്ങനെ ലോങ് വീഡിയോ എൻ്റെ കാണുന്ന വളരെ വ്യൂവേഴ്സ് കുറവാണ്. ഏതെങ്കിലും ഒരാളെങ്കിലും കണ്ടാൽ അത്രയും സന്തോഷം ഓർത്തുകൊണ്ട് ഞാനിത് സംസാരിക്കുന്നത്. കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറയുന്ന കേൾക്കണം. കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഷൈനി മക്കൾ മരണപ്പെട്ടതുപോലെ തന്നെ ഇപ്പോൾ അടുത്തത് ഒരു അഡ്വക്കേറ്റായ ജിസ്മോളിൻ്റെ 2 കുട്ടികളും ജിസ്മോൾ ആത്മഹത്യ ചെയ്തെന്ന് പറയാം. പക്ഷേ ആ കുട്ടികളെ ജിസ്മോൾ കൊലപ്പെടുത്തിയിട്ട് 2 കുട്ടികളെയും കൊന്നിട്ട് ജിസ്മോൾ ആത്മഹത്യ ചെയ്തെന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മുടെ മീഡിയക്കാരും എല്ലാവരും എല്ലാവരും ആ കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്ത നിരപരാധികളാണ്. അതുങ്ങൾ തന്നെ മീനച്ചിലാറ്റി പോയി ആത്മഹത്യ ചാടിച്ചത്തതല്ലല്ലോ. ഇപ്പം നമ്മൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എന്ത് പ്രശ്നമാണെങ്കിലും ഇവർക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ളവരാ അല്ലേ. വിദ്യാഭ്യാസവും വിവരവും വിവേകവും വിവേചനപരമായി ചിന്തിക്കാനും കഴിവുള്ളവരാണ്. ഒരു അഡ്വക്കേറ്റ് അല്ലേ അവർ. നമ്മൾ മരിച്ചവരോട് കുറ്റം പറയുന്നതല്ല. ഇനിയെങ്കിലും ആരെങ്കിലും ഇങ്ങനെയൊക്കെ ജീവിതത്തിലൊരു ഒട്ടും വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, സാമ്പത്തികമായിട്ടും ഇവർക്കൊക്കെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടത്. സാമ്പത്തികവും ഇല്ല, ഒരു തുണയും ഇല്ലാത്ത അമ്മമാർ സ്വന്തം മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി കള്ളുകുടിയന്മാരായ ഹസ്ബൻഡിൽ നിന്നും മറ്റു ഉപദ്രവങ്ങളിൽ നിന്നും ഓടിയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി സ്വന്തമായിട്ട് പഠിപ്പിച്ചൊരു നിലയിലെത്തിച്ച് എത്രയോ അമ്മമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ. ഇവർക്ക് അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അതുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ. ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അറ്റ്ലീസ്റ്റ് അവർക്ക് ഡിവോഴ്സെങ്കിലും ചെയ്ത് മാറിപ്പോക്കൂടായിരുന്നു ഇല്ലേ. പക്ഷെ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞുങ്ങളെ ഓർത്ത്. ഇപ്പോൾ എല്ലാം കണ്ടുവരുന്ന പ്രവണതയാണ് കുഞ്ഞുങ്ങളെയും കൊന്ന് അമ്മയെ മരിക്കുക. ഇതൊന്നും വേണ്ട, സമ്പത്തുണ്ട്, നല്ലൊരു പ്രൊഫഷൻ കയ്യിലുണ്ട്, അവർക്ക് ചിന്തിച്ചൂടെ അവരുടെ മക്കൾക്ക് വേണ്ടി ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു പോകാമെന്ന്. അതിനേക്കാളും ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഈ മരിക്കാനല്ലേ പാട്. എന്തെളുപ്പമായിരുന്നു മരിക്കാൻ. പാടെന്ന് ഞാൻ ഉദ്ദേശിച്ച സ്വന്തം പെറ്റമ്മ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നെന്ന് പറയുമ്പോൾ അത് പാട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജീവിക്കാൻ സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു പ്രൊഫഷൻ കയ്യിലുള്ള സ്ത്രീയാണ്. ആ കുട്ടികളെ കൊന്നിട്ട് അവർ പോയി ആത്മഹത്യ ചെയ്ത് അല്ലേ. ചിലർക്കുണ്ട് ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും താങ്ങാൻ പറ്റാത്തവരുണ്ട്. അത് വാക്കുകൊണ്ടുണ്ടായാലും ചിലപ്പോൾ ഇടിയും കൊണ്ട് കിടക്കുന്നതായിരിക്കാം. എന്നെങ്കിൽ കൂടിയും നമ്മൾ ഒരു വാക്കുകൾ കൊണ്ടുപോലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ അവർ ഇത്രയും നാൾ നിന്നതായിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടെ സ്വന്തം പേരൻസിനറിയായിരുന്നു, അപ്പനറിയായിരുന്നു. ബ്രദറൊക്കെ ഇപ്പം മരണശേഷം വായ്ക്കോരം പ്രസംഗിക്കുന്നു. അവർക്ക് നാണമുണ്ട് വന്ന് പറയാനായിട്ട് ഇല്ലേ. ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്ത് വിശ്വസിച്ചാണ് അവരവിടെ ആ കുട്ടിയെ അവരവിടെ നിന്നത് തന്നെ അല്ലേ. അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. ഒരു സപ്പോർട്ട്, മോളെ നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് അവർ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അവർ മരിക്കത്തില്ലായിരുന്നു. അവരത്ര ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ലെന്ന് വേണം ചിന്തിക്കാൻ. അല്ലാതെ ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചക്കാരെന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. എന്നാലും എത്രയോ നമ്മുടെ സമൂഹത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അമ്മമാർ ഡിവോഴ്സ് കിട്ടി, ഡിവോഴ്സ് എടുത്ത്, അല്ലെങ്കിൽ താപ്പന്മാർ ഉപദ്രവിച്ച് അവരുടെ ഉപദ്രവം സഹിക്കാതെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടിപ്പോയി ഒരു പണമോ പദവിയോ ഒന്നും ഇല്ലാത്തവർ ജീവിക്കുന്നില്ല. എന്നിട്ട് മക്കളെ വലിയ നിലയിലെത്തിച്ച അമ്മമാരില്ലേ. അതാണ് നമ്മളിവിടെ ചിന്തിച്ചു പോകുന്നത് അറിയാതെയെങ്കിലും. ജിസ്മോളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു
ചിലരുണ്ട്, എനിക്ക് അനുഭവമുണ്ട്, ചിലരുണ്ട് നമ്മൾ സമൂഹത്തിൽ ഭയങ്കര നല്ലവരായിരിക്കും, പുറത്ത് ആരോട് പറഞ്ഞാലും ഇങ്ങനെ ഈ ഒരു ആൾ അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഹസ്ബൻഡല്ലേ അമ്മമാരാണെങ്കിലും ആ ഫാമിലി ആണെങ്കിലും അവരൊരിക്കലും ഇങ്ങനെ ചെയ്യുന്നവരല്ല, അവർ പക്ക ഡീസൻ്റാണ്. അയ്യോ അങ്ങനെ ഒരു ക്യാരക്ടറല്ല, ക്യാരക്ടറിൽ 100ൽ 100 കൊടുക്കുന്നത്. ഈ മരണശേഷം ഞാനൊരു നെയ്ബേഴ്സിൻ്റെ അഭിമുഖം കണ്ടു. റിപ്പോർട്ടർമാർ ചെന്നിട്ട് എടുത്ത ഒരു നെയ്ബേഴ്സ് പറയുന്നു ആ ഹസ്ബൻഡിനെ കുറിച്ച് വാദോരോധം ഇല്ലാതെ പറയുന്നു, അത്ര നല്ലവനാന്ന് പറയുന്നു. പക്ഷെ ഒരുപക്ഷെ ജിസ്മോളും ചിന്തിച്ച് കാണും, ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ പുറത്തു പോയി പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം ചില കേസുകളിൽ അങ്ങനെ വരുന്നുണ്ട്, പുറത്തവർ ഭയങ്കര മാന്യന്മാരായിരിക്കും, കെട്ടുകളോടും കുട്ടികളോടും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. മനസ്സിലായോ? എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം എനിക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്രയും വിദ്യാഭ്യാസവും അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതാണ്. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കൊരു തേർഡ് പാർട്ടിയോട് സംസാരിച്ചേ പറ്റുള്ളൂ. അത് അപ്പനോടാകാം, മകനോടാകാം, അല്ല ബ്രദറിനോടാകാം, സിസ്റ്ററിനോടാകാം, ആരോടെങ്കിലും, അല്ലെ നല്ലൊരു ഫ്രണ്ട്സിനോടെങ്കിലും. അപ്പോൾ അവിടെ നല്ലൊരു എന്താ പറയുന്നത്, നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് ഒരു കോമ ഇട്ട് കൊടുക്കാൻ നല്ലൊരു ഫ്രണ്ട്സിന് കഴിയും, അല്ലെ നല്ലൊരു കേൾവിക്കാരന് കഴിയും. മനസ്സിലായോ? കേൾവിക്കാരൻ ആരായിക്കോട്ടെ, നല്ലവരാണെങ്കിൽ ആ ഒരു കേൾവിക്കാരൻ വഴി അല്ലെ ആരോടാണ് ചെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ആ ജിസ്മോൾ ഇതൊന്ന് മറ്റൊരാളോടൊരു തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പരിഹാരം, അതായത് ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് ജീവിതം അവസാനിക്കുന്നു എന്നാണ് ഞാൻ ഫുൾ സ്റ്റോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ഒരു കോമ ഇടാൻ വേണ്ടി കഴിഞ്ഞേനെ. മനസ്സിലാവും? ഈ കോമ ഇടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോമ ഇട്ട് അവരുമായിട്ട് എന്താ പറയുന്നതിന് ഇൻട്രാക്റ്റ് ചെയ്ത് സംസാരിച്ച് പ്രശ്നം എന്താണ് അതിനൊരു പരിഹാരം. മനസ്സിലായോ? ഈ മരിക്കുന്ന അമ്മമാരോർക്കനെ നമുക്ക് ഡിവോഴ്സ് കിട്ടി നമുക്ക് മാറി ജീവിച്ചൂടെ? ഒരു ഡിവോഴ്സ് എടുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറി ജീവിച്ചൂടായിരുന്നു? ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു? ആ കുട്ടികൾ ഭൂമിയിലോട്ട് വന്നിട്ട് ആരാണ് വരാൻ കാരണം? അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ കുട്ടികൾ ഭൂമിയിൽ വരാനായ മാതാപിതാക്കളല്ലേ കാരണക്കാർ. ആ മാതാപിതാക്കൾ ആ കാരണം തന്നെ ആ കുട്ടികൾ മരണപ്പെട്ടു പോകുന്നു. എത്ര നീചമായ പ്രവൃത്തിയാണ് ആ സ്ത്രീ ചെയ്തതെന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. ഇപ്പം ഇതൊരു തുടർച്ചയായ ഒരു കാര്യമായി കാണിക്കുന്നത്. ഇപ്പം ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഇങ്ങനത്തെ ഈ രീതികൾ, മക്കളെ കൊന്ന് അമ്മയും ചാകുക എന്നുള്ളത്. പൊതുവെ സാമ്പത്തിക ഭദ്രതയുള്ള സമ്പത്തിൽ ഇച്ചിരി ഇതുള്ള ഒരു കുടുംബക്കാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ പുറമേ പറയത്തേയില്ല. പുറമേ പറഞ്ഞാൽ അവർക്കെന്തോ ഒരു നാണക്കേട്, ആക്ഷേപം, ഇതൊക്കെയാണ് ഇവിടെ. ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെയാണ് പ്രശ്നങ്ങൾ വലുതായി ആത്മഹത്യയിലോട്ടൊക്കെ പോകുന്നത്. പറ്റത്തില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റഡ് ആകാനുള്ള ഒരു ഇതുണ്ടല്ലോ. ഇത്രയും ബുദ്ധിപരമായി ഇത്രയും ചിന്തിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കും. അത്ര വിഷമമുണ്ട് ആ കുട്ടികളുടെ കാര്യം കേൾക്കുമ്പോൾ. അത്ര സങ്കടത്തോടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ പെങ്ങളെ കെട്ടിച്ചു വിട്ടു, കഴിഞ്ഞൊരു പ്രശ്നം അവർ സൂചിപ്പിച്ചു. അപ്പോൾ അതിൻ്റേതായ ഒരു കണ്ണിലൂടെ അവരുടെ എപ്പോഴും വാച്ച് ചെയ്യണമായിരുന്നു, എപ്പോഴും ഫോളോ അപ്പ് ചെയ്യണമായിരുന്നു. അത് അത്യാവശ്യമായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റഡ് ആകാമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ തുടർന്ന് ഇതായിട്ട് വരുമ്പം നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രീയക്കാരും സമൂഹ സൊസൈറ്റിയിലുള്ളവരും സാമൂഹ്യ പ്രവർത്തകരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാണെന്നറിയോ? ഇങ്ങനത്തെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ നിരപരാധിയായ കുട്ടികളും കൂടെ അല്ലേ മരണപ്പെട്ടു പോകുന്നത്. ജീവിതം മടുക്കുമ്പോൾ എപ്പോഴും സങ്കടം മാത്രമല്ല, സന്തോഷത്തിൻ്റെ ഒരു വെളിച്ചം എവിടെയോ ഉണ്ട്. ട്രസ്റ്റ് മൈ ഗോഡ്. ട്രസ്റ്റ് മൈ ഗോഡ്, എനിവൺ, യൂണിവേഴ്സ്. ഒരു നിവർത്തി ഇത് കാണണമെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, വീണ്ടും ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. ബൈ.